ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തുന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാപ്രവചനം 45-ാം അധ്യായം 19-ാം വാക്യം. ഞാൻ യാക്കോബിൻ്റെ സന്തതിയോട് വ്യർത്ഥമായി എന്നെ അന്വേഷിപ്പീൻ എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പം, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ ദൈവം, ഞാൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, ഞാൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല ഞാൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനായിട്ടത്രേ. ഇവിടെ കർത്താവ് പറയുന്നു, ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, അതൊക്കെ പാർപ്പിനായിട്ട്, മനുഷ്യൻ്റെ പാർപ്പിനായിട്ടാണ് സൃഷ്ടിച്ചത്. അതിനുശേഷം പറയുവാണ്, ഞാൻ യാക്കോബിൻ്റെ സന്തതിയെ, ഇസ്രയേലിനെ ഞാൻ വിളിച്ചിരിക്കുന്നത് വ്യർത്ഥമായിട്ടല്ല, അതിന് പിന്നിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം ദൈവത്തെ നോക്കി യാത്ര തിരിച്ചു. അങ്ങനെ അബ്രഹാമിൻ്റെ സന്തതി ഇസ്ഹാക്ക്, യാക്കോബ്, അങ്ങനെ ഇസ്രായേൽ മക്കൾ, അങ്ങനെ ദൈവം അവരെ നടത്തി വാഗ്ദത്ത കനാനിൽ അവരെ കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ഇസ്രായേൽ മക്കൾ പലപ്പോഴും ദൈവത്തോടും മറുത്ത് പാപം ചെയ്തപ്പോൾ ദൈവം അവരെ പല സ്ഥലങ്ങളിലേക്ക് ചിതറിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഫറവോന്റെ ആധിപത്യത്തെ മിസ്രൈമിലായിരുന്ന ജനത്തെ മോശം മൂലം ദൈവം വിളിച്ച് വേർതിരിച്ച് അവരെ വാഗ്ദത്ത കനാനിൽ കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിനുശേഷം പലപ്പോഴും ബാബിലോണിലേക്കൊക്കെ അടിമകളായി കൊണ്ടുപോയ ഇസ്രായേൽ മക്കൾ തിരിച്ച് അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പ്രവാചകനിലൂടെ ദൈവം ഇവിടെ സംസാരിക്കുകയാണ്, ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, നിങ്ങൾ അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്നത് അത് വ്യർത്ഥമായിട്ടല്ല, അതിനെ ഞാനാണ് വിളിച്ചിരിക്കുന്നെങ്കിൽ, നിങ്ങൾ എന്നെയാണ് അനുസരിക്കുന്നെങ്കിൽ, നിങ്ങൾ എന്നെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, ദർ ഇസ് എ പർപ്പസ് ഫോർ ദാറ്റ്. അത് പൂർത്തീകരിപ്പാൻ ഞാൻ മതിയായ ദൈവമാണെന്ന് കർത്താവ് വീണ്ടും ഒരിക്കൽ കൂടി തൻ്റെ ജനത്തോടെ പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നു. യെരമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടെ നമ്മൾ വായിക്കുന്നത്, ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയ ജനം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്നതാണ്, 70 സംവത്സരം ദൈവം അവർക്ക് വെച്ചിരിക്കുന്നു, അതിനുശേഷം അവരെ മടക്കിക്കൊണ്ടുവരും. അവിടെയാണ് പറയുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ഈ ശുഭഭാവി നിങ്ങൾക്ക് ലഭിക്കും, അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ട് തന്നെ ഭവിക്കും. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരുണ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ ഇവരെ പറ്റിയുള്ള, ഇസ്രായേൽ മക്കളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ നിരൂപണങ്ങളൊന്നും വ്യർത്ഥമല്ല, ദൈവം വിളിച്ചതൊന്നും വ്യർത്ഥമല്ല. പ്രിയ ദൈവത്തിലെ നാം ഈ ദൈവത്തെ ഫോളോ ചെയ്യുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നെങ്കിൽ, കർത്താവിന് വേണ്ടി നാം കാത്തിരിക്കുന്നുവെങ്കിൽ, ദൈവം തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിലെ നന്മകൾ പ്രവർത്തിക്കുവാൻ, നമുക്ക് വേണ്ടി ഒരു ശുഭഭാവി, പുതിയൊരു വഴി തുറക്കുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. സങ്കീർത്തനങ്ങൾ 139 നമ്മൾ വായിക്കുന്നു, ദൈവമേ നിന്റെ വിചാരങ്ങൾ എത്ര വലിയവ, അതെത്ര കനമുള്ളവ, അവയുടെ ആകത്തുക എത്ര വലുത്, അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഹൃദയമക്കളെ, മണലിനെ നമുക്ക് എണ്ണിത്തീർക്കുവാൻ സാധിക്കുമോ? നമ്മുടെ കർത്താവിൻ്റെ നമ്മളെപ്പറ്റിയുള്ള വിചാരങ്ങൾ, നമ്മളെപ്പറ്റിയുള്ള കരുതൽ നമുക്ക് എണ്ണിയാൽ തീരത്തില്ല. ഇന്ന് വാക്കാലം ആ ദൈവത്തിൻ്റെ കരുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവത്തിൻ്റെ കരുതലിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതുപാക്കാലം അതിനെ കേൾക്കുന്ന ജനത്തെ ഞങ്ങളുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ നിരൂപണങ്ങളൊന്നും വ്യർത്ഥമല്ലല്ലോ, അതെല്ലാം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കാക്കി വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം. മഹത്വം കർത്താവ് എടുത്തോട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.